ഈ രാജേഷിന്റെ സ്വീകരണത്തിൽ ഉൾപ്പെടാത്തതിന് രാജേഷ് എന്ന് പറയുന്നത് കൂട്ടായ ചർച്ചയിലൂടെയാണ് അത്തരമൊരു നീക്കത്തിലേക്ക് വന്നത്. കഴിഞ്ഞ തവണയൊക്കെ രാഷ്ട്രപതി വന്ന സമയത്ത് സാധാരണഗതിയിൽ മേയർ പുറകെ യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ രണ്ടാമതായിരിക്കും മേയർക്ക് കയറാൻ കഴിയുക. പക്ഷെ പ്രോട്ടോകോൾ വെച്ച് അങ്ങനെ കയറാൻ കഴിയില്ല. ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തന്റെ പേര് ഒഴിവാക്കിയതെന്നാണ് രാജേഷ് പറയുന്നത്. രാജേഷ് രാജേഷിന്റെ വിശദീകരണം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ നടക്കുന്ന കാര്യം പറഞ്ഞതാണ്. സാധാരണഗതിയിൽ പിന്നെ മോട്ടോർ ഗൈഡിൽ പ്രധാനമന്ത്രിയുടെ പ്രസിഡന്റ് മോട്ടോർ ഗൈഡ് ഉണ്ടാവും. അതിൽ പിന്നെ അവരുടെ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോവുകയാണ് ചെയ്യാറുള്ളത്. ഞാനങ്ങനെ പോയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വാഹനത്തിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി വന്നത്, അതോടൊപ്പം തന്നെ ഗവർണർ വന്നത്. അവർക്കൊക്കെ കൃത്യമായി തന്നെ വേദിയിൽ വരാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും മേയർക്കും വരാൻ കഴിയുന്നതല്ലേ? ഞാൻ രണ്ടും ആവാന്ന് പറയുകയാണ്. രണ്ടും ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞതുപോലെ പ്രൈം മിനിസ്റ്ററുടെയോ അല്ലെങ്കിൽ പ്രസിഡന്റിൻ്റെയോ ഒരു മോട്ടോർ വ്യൂഹം ഉണ്ടാവുമല്ലോ. അതിൽ ഒരു പ്രത്യേക വാഹനത്തിൽ നമുക്കൂടെ അതിൻ്റെ ഒരു പിന്നെ സ്ഥാനം തരും, അതിന് നമ്പരും ഉണ്ടാവും. അങ്ങനെ വരാം. അതല്ലാതെ നിങ്ങൾ പറഞ്ഞതുപോലെ കുറച്ചും കൂടെ ഒരു പിന്നെ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് പ്രൈം മിനിസ്റ്റർ വണ്ടിയുടെ അല്ലെങ്കിൽ പ്രസിഡന്റ് വാഹന വ്യൂഹത്തിൻ്റെ കൂടെ മുഖ്യമന്ത്രിയും ഗവർണറും പോകുന്ന പോലെ കൂടെ സഞ്ചരിച്ച് വരുന്നതിനും ബുദ്ധിമുട്ടില്ല. അതെനിക്കറിയില്ല. എനിക്ക് തലസ്ഥാന നഗരത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന ഒരു എന്താ പറയുക അവഹേളന എന്ന് വേണമെങ്കിൽ പറയാം, അവഗണന എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അതിലത്തേക്കൊന്നും പോകുന്നില്ല. ഞാൻ ഈ അവരുടെ സ്വീകരണത്തിൻ്റെ പ്രോട്ടോക്കോളിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. എന്തിനാ നമ്മൾ തെറ്റായ ഒരു കാര്യം പറയണത് പത്രക്കാർ? ഞാൻ പ്രോട്ടോക്കോളിൻ്റെ കാര്യം പറഞ്ഞതും കെട്ടിപ്പിടുത്തവും തമ്മിൽ എന്താ ബന്ധം? ഞാൻ എൻ്റെ സത്യമാണ് പറഞ്ഞത്. നിങ്ങൾ വിശ്വസിക്കൂ? നിങ്ങൾക്ക് അറിയാറ് പിന്നെ അറിഞ്ഞുകൂടെങ്കിൽ പ്രോട്ടോക്കോൾ മാനുവൽ അറിഞ്ഞുകൂടെ സംഭവിച്ചുകൊണ്ട് നിൽക്കുക. എനിക്ക് അറിയാവുന്ന ആളാണ് ഞാൻ പറയാൻ. അതുകൊണ്ട് ബലം പിടിച്ച് പറയുകയാണല്ലോ. അല്ല, അതറിയില്ല. അവർ പിന്നെ ലോകത്തെ ഏറ്റവും വലിയ നഗരമായി പ്രധാനമന്ത്രി ഒന്ന് പ്രഖ്യാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് പോയി. ഇന്ന് അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായില്ല. പിന്നെ നമ്മളെ തലസ്ഥാന നഗരത്തിലെ ജനങ്ങളെ കബളിപ്പിക്കലാണ് ചെയ്തിരിക്കുന്നത്. അവരെ പറഞ്ഞു പറ്റിക്കൽ, നമ്മളെ നാടൻ ഭാഷ പറഞ്ഞു പറ്റിക്കലാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. അതെനിക്ക് തോന്നുന്നത് അവർ തെറ്റായി പ്രഖ്യാപിച്ചത് ആവാം ചിലപ്പോൾ. കാര്യം എന്ന് വെച്ചാൽ ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ മുക്കും മൂലയും അതെല്ലാം 101 വാർഡുകളിലും പഠിച്ച് വരണമെങ്കിൽ തന്നെ ഒരു വർഷമെങ്കിലും വേണ്ടി വരും. അപ്പോൾ വെറുതെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ഒരു പിന്നെ ഹോം വർക്ക് ചെയ്യാതെ വെറുതെ അങ്ങ് പ്രഖ്യാപിച്ചിട്ടില്ല. എന്ത് രാഷ്ട്രീയമാണെങ്കിലും ഈ മേയറെ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് ഒരു തലസ്ഥാന വാസികളോട് ചെയ്യേണ്ട ഒരു മര്യാദ. ആ മര്യാദ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കാണിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ്. അതിന് ഒരു സംശയമല്ല. ബലത്തിൽ തന്നെ പറയുകയാണ്, അങ്ങനെ തന്നെയാണ്. ഞാൻ മേയറായിരുന്ന കാലഘട്ടത്തിലെല്ലാം കോൺഗ്രസ് ആയിരുന്നല്ലോ. കോൺഗ്രസ് പ്രധാനമന്ത്രി പ്രസിഡന്റും ഒക്കെ ആയിരുന്നു. ഞാൻ എല്ലാവരുടെ പേരും ഓർമ്മിക്കുന്നില്ല. അന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഭവമാണ് പറയുന്നത്. ഇപ്പോൾ വൈസ് പ്രസിഡന്റ് വന്നല്ലോ ശിവഗിരിയിൽ. ഞാനും ആ ഫംഗ്ഷനിൽ ഉണ്ടായിരുന്നല്ലോ. അല്ല, പ്രസിഡന്റ് ശിവഗിരി വന്നു. ആ ഫംഗ്ഷനിൽ ഞാനും ഉണ്ടായിരുന്നല്ലോ. ഞങ്ങളൊക്കെ പോയി അങ്ങനെയാണല്ലോ പോയത്. ഞാൻ എൻ്റെ നേരത്തെ ഒരു സുഹൃത്തിൻ്റെ ചോദിച്ചു പോലെ ഞാൻ പിന്നെ അതൊന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ നിയമപരമായും പ്രോട്ടോകോൾ പ്രകാരം 1984 സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രോട്ടോകോൾ മാനുവൽ പ്രകാരമുള്ള കാര്യങ്ങൾ പറഞ്ഞേക്കാണ്. പ്രോട്ടോകോൾ മാനുവൽ ഒരു പുസ്തകം തന്നെ ഉണ്ട്. ആ പുസ്തകത്തിൽ പ്രസിഡന്റ് വരുമ്പോൾ എങ്ങനെയായിരിക്കണം, പ്രധാനമന്ത്രി വരുമ്പോൾ എങ്ങനെയായിരിക്കണം, ആദ്യം അവർ വരുമ്പോൾ എങ്ങനെയായിരിക്കണം പ്രോട്ടോകോൾ, തിരിച്ചയക്കുന്ന എങ്ങനെയായിരിക്കണം, ഇന്ത്യക്ക് പുറത്തുള്ള രാഷ്ട്രത്തലവന്മാർ വരുമ്പോൾ എങ്ങനെയായിരിക്കണം, ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി തന്നെ പറയുന്നുണ്ട് പുസ്തകത്തിൽ.
ഞാനല്ല അന്ന് ആ പുസ്തകം കൊണ്ട് നടക്കുമായിരുന്നു. കാരണം വെച്ചാൽ അത് ഉദ്യോഗസ്ഥന്മാർ തെറ്റിക്കണമെങ്കിൽ ശരിയാവില്ലല്ലോ, അപ്പോൾ കാണിക്കണമല്ലോ നമുക്ക് ഇതാണ് എൻ്റെ. അതുകൊണ്ട് തന്നെയാണ് ഞാനത് തർക്കിച്ച് പറഞ്ഞത്. ഇതാ തെറ്റ് മേയർ തെറ്റായി ധരിച്ചിരിക്കുന്നു. മേയർ തെറ്റായി ധരിച്ചെന്ന് പറഞ്ഞൂടെ? നിങ്ങളതിനെന്തിനാണ് നിർബന്ധം പിടിക്കുന്നത്? മേയർ തെറ്റായി ധരിച്ചിരിക്കുന്നു. അങ്ങനെയല്ല പ്രോട്ടോകോൾ മാനുവൽ. നിങ്ങൾ പ്രോട്ടോകോൾ മാനുവൽ വായിച്ചിട്ടുണ്ടോ? മറ്റൊരു കാര്യം പ്രധാനമന്ത്രി രൂക്ഷ വിമർശനം സർക്കാരിനെതിരെ യുഡിഎഫിനെതിരെ നടത്തി. അതിൽ പ്രധാനമായിട്ട് പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യം ഈ ശബരിമല സ്വർണ്ണക്കുള്ള കാര്യമായിട്ട് പുള്ളി സംസാരിച്ചു. അതില് ഈ BJP അധികാരത്തിൽ വന്നാൽ മോഷ്ടാക്കൾ ജയിലിലാകും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട മോഷ്ടാവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം അയാളെ വീട്ടിൽ ചെന്ന് ബന്ധുക്കളെ സ്വന്തക്കാരെ സാന്ത്വനപ്പെടുത്തിയതും പിന്നെ അറസ്റ്റിനെതിരെ പരസ്യ പ്രസ്താവന നടത്തിയതും BJP ആണ്. അതിനെ സംബന്ധിച്ചതും പ്രധാനമന്ത്രി ഒരു പക്ഷേ അറിഞ്ഞു കാണില്ല. ശരി, ചിത്രങ്ങളടക്കം വന്നിരിക്കുന്നു, സാമ്പത്തിക ഇടപാടുണ്ടെന്നൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് മുൻ ദേവസ്വം മന്ത്രിയുടെ 2017-18 കാലഘട്ടത്തിലുള്ള ദേവസ്വം മന്ത്രിയും ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അല്ല, അതിപ്പോൾ നമ്മളതിൽ ഇടപെടലുണ്ടല്ലോ. അതൊക്കെ പിന്നെ അതിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് എന്തുകൊണ്ടോ ചെയ്യാമല്ലോ.